ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് അത്ര നല്ല റിപ്പോർട്ടുകളല്ല ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നത്. തിരഞ്ഞെടുപ്പ് സർവേകളെല്ലാം ബി.ജെ.പി മികച്ച പ്രകടനം യു.പിയിൽ നടത്തുമെന്നായിരുന്നു പ്രവചിച്ചത്. യു.പിയിൽ ബി.ജെ.പി സീറ്റുകൾ ഉയർത്തുമെന്നും യു.പിയിലെ പ്രകടനം ലോക്സഭയിൽ ബി.ജെ.പിക്ക് കരുത്തായി മാറുമെന്നും എതിരാളികൾ പോലും കരുതി. എന്നാൽ എല്ലാ നിഗമനങ്ങളും പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് യു.പിയിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നത്. എതിരാളികളെ പോലും അമ്പരിപ്പിക്കുന്ന തരത്തിൽ ദയനീയമായിരുന്നു യു.പിയിൽ ബി.ജെ.പിയുടെ പ്രകടനം. സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം ഇവിടെ തിളങ്ങുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അയോധ്യ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും ഉൾപ്പെടെ ബി.ജെ.പിക്ക് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും അതൊന്നും യു.പിയിൽ പ്രതിഫലിച്ചില്ല. മാത്രമല്ല, വാരാണസിയിൽ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ മോദി പിന്നോട്ടു പോവുകയും ചെയ്തു. അവിശ്വസനീയമായിരുന്നു ഇതെല്ലാം. മോദിയുടെ സ്വന്തം സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി അമേഠിയിൽ അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇതെല്ലാം എതിരാളികളെ പോലും ഞെട്ടിച്ചു. എന്താണ് ബി.ജെ.പിക്ക് യു.പിയിൽ സംഭവിച്ചത്? അതിലേക്കുള്ള ഉത്തരങ്ങളെല്ലാം അമ്പരപ്പിക്കുന്നതാണ്. മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ഏകാധിപത്യ രീതിയിൽ ബി.ജെ.പിക്കുള്ളിൽ തന്നെ അതൃപ്തിയുണ്ട്. അത് പരസ്യമായി പ്രകടിപ്പിക്കാൻ ആർക്കും ധൈര്യമില്ലെന്ന് മാത്രം. ആർ.എസ്.എസിനെ പോലും നോക്കുകുത്തിയായാണ് മോദിയും അമിത്ഷായും ഏകപക്ഷീയമായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ഇതെല്ലാം യു.പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ബി.ജെ.പി നേതൃത്വത്തിൽ കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. യോഗിയോട് ആലോചിക്കാതെ മോദിയും അമിത്ഷായും ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു. ആർ.എസ്.എസിനോട് പോലും വിധേയത്വമില്ലാതായി. മാത്രമല്ല, ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി നദ്ദ പരസ്യമായി ആർ.എസ്.എസിനെ തള്ളിപ്പറയുകയും ചെയ്തു. ഇതെല്ലാം യു.പിയിൽ പുകഞ്ഞു. മോദിയുടെ പിൻഗാമിയായി യോഗിയെ കാണുന്നവരുണ്ട്. പ്രധാനമന്ത്രിയായി യോഗി വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. 75 വയസ്സുള്ള പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയണമെന്നും ഇവർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാം തവണയും മോദി തന്നെ പ്രധാനമന്ത്രിയാകും എന്ന് ഉറപ്പായി. എന്ന് മാത്രമല്ല, അതിശക്തനായി മോദി മാറി. മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഇന്ത്യ എന്നിങ്ങനെ പാർട്ടിയെ പോലും വിട്ട് മോദി എന്ന നേതാവിൽ മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണം ചുരുക്കി. ഇതെല്ലാം യു.പിയിലെ നേതാക്കളിൽ കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. യു.പിയിലെ ഒ.ബി.സി, ദളിത് വിഭാഗങ്ങൾ ബി.ജെ.പിയെ കൈവിട്ടു. ഇത് സമാജ്വാദി പാർട്ടിക്ക് ഗുണകരമായി മാറി. വാരാണസിയിൽ മോദിയുടെ വോട്ട് ഷെയർ കുറച്ചത് ഇതാണ്. ബി.ജെ.പിയിലെ ഒരു വിഭാഗവും മോദിക്കെതിരായി എന്ന് വേണം കരുതാൻ. അതാണ് അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് സംഭവിച്ചതും. ആർ.എസ്.എസും മോദിയുടെ ഏകാധിപത്യത്തിൽ വലിയ അതൃപ്തരായിരുന്നു. ആർ.എസ്.എസ് പിന്തുണയും യോഗിക്കുണ്ട്. നിതിൻ ഗഡ്കരിയെപ്പോലെ ആർ.എസ്.എസുമായി ഏറെ അടുപ്പമുള്ള ബി.ജെ.പി നേതാക്കളെ മോദിയും അമിത്ഷായും ബോധപൂർവ്വം അവഗണിച്ചതും ആർ.എസ്.എസിന്റെ എതിർപ്പിന് കാരണമായി. എൽ.കെ. അദ്വാനിയെ മാറ്റി നരേന്ദ്രമോദിയെ ബി.ജെ.പിയുടെ ദേശീയ നേതാവാക്കിയത് ആർ.എസ്.എസ് ആയിരുന്നു. അന്ന് അദ്വാനിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് സുഷമ സ്വരാജ് പോലും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആർ.എസ്.എസ് പിന്തുണയിൽ വളർന്ന നിലവിലെ ബി.ജെ.പി നേതൃത്വം ഇനി ആർ.എസ്.എസ് പിന്തുണ വേണ്ടെന്ന് പറഞ്ഞത് നാഗ്പൂർ നേതൃത്വത്തെ ഞെട്ടിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ യു.പിയിൽ ബി.ജെ.പിയുടെ പരാജയത്തിന് കാരണം സംസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കളിലും പ്രവർത്തകരിലും ഉണ്ടായ അതൃപ്തിയും ആർ.എസ്.എസിന്റെ നിലപാടുമാണെന്നാണ് വിവരം.